ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന. എന്താണ് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനയുടെ പ്രാധാന്യം? മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രധാനമായിട്ടും 6 ഊർജ കേന്ദ്രങ്ങളാണ് ഉള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ പുറകുഭാഗത്ത് നട്ടെല്ലിൻ്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന മൂലാധാരം, അതിന് മുകളിലുള്ള സ്വാധിഷ്ഠാനം, അതിന് മുകളിൽ മണിപൂരകം, അതിന് മുകളിലുള്ള അനാഹതം, അതിൻ്റെ മുകളിലുള്ള വിശുദ്ധി, അതിന് മുകളിലുള്ള ആജ്ഞ. ഈ 6 ആധാരങ്ങൾ, ഇവയെ ഷഡാധാരങ്ങൾ എന്നാണ് പറയുക. ഈ 6 ഊർജ കേന്ദ്രങ്ങളിലുള്ള ഈ ഊർജ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവയെ ഉണർത്തുന്നതിലൂടെ മനുഷ്യന് അത്ഭുതകരങ്ങളായ പല സിദ്ധികളും ലഭിക്കും. ഈ 6 ആധാര ചക്രങ്ങളെ ഉണർത്തുന്നതിനായിട്ട് നിരവധി സാധനാ മാർഗങ്ങൾ നമ്മുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഓരോ ആധാര ചക്രത്തിനും അല്ലെങ്കിൽ ഓരോ എനർജി പോയിൻറ്റുകൾക്കും ഓരോ പ്രത്യേകമായിട്ടുള്ള നിറങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ദേവതകൾ, പ്രത്യേകമായിട്ടുള്ള മന്ത്രാക്ഷരങ്ങൾ, ഇവയെല്ലാം ഓരോ മഹർഷിമാർ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂലാധാരത്തിൻ്റെ ഏറ്റവും അടിയിലാണ് നമ്മുടെ പ്രാണശക്തി, കുണ്ഡലിനി എന്ന നമ്മുടെ പ്രാണശക്തി ഉറങ്ങിക്കിടക്കുന്നത്. കുണ്ഡലിനി ഒരു പെൺ സർപ്പത്തിൻ്റെ രൂപത്തിൽ മൂലാധാരത്തിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ കുണ്ഡലിനി ശക്തി അവിടെ നിന്ന് ഉണർന്ന് ഈ 6 ആധാരങ്ങളിലൂടെയും വന്ന് ഏറ്റവും മുകളിലുള്ള 6 ആധാരങ്ങൾക്ക് മുകളിലുള്ള സഹസ്രാര ദലപത്മത്തിലെത്തി അവിടെയുള്ള സദാശിവനുമായി മേടിച്ച് അമൃതധാര പൊഴിക്കുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ അമൃതധാര പൊഴിക്കുന്നതാണ് കൈവല്യം അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ആധാര ചക്രങ്ങൾക്ക് നമ്മൾ ഉണർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുമായിരിക്കും. കഠിനമായ സാധനങ്ങളൊന്നുമില്ലാതെ ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെ തന്നെ ഈ വളരെ ചെറിയ രീതിയിൽ ഈ ആധാര ചക്രങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവയുടെ നിറങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പൂജകൾ ചെയ്യുന്നത്. മൂലാധാരത്തിന് മഹർഷിമാർ കൊടുത്തിരിക്കുന്ന നിറം ചുവപ്പ് നിറമാണ്. മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവത ദേവിയാണ്. അപ്പോൾ ചുവന്ന പുഷ്പങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുമ്പോൾ ക്ഷേത്രമെന്ന ദേവൻ്റെ സ്ഥൂല ശരീരത്തിലെ മൂലാധാരത്തിന് ഒരു ഉണർവ് സംഭവിക്കുകയും അതുവഴി അവിടേക്ക് എത്തുന്ന ഭക്തൻ്റെ, ദേവൻ്റെ ശരീരവും മനുഷ്യൻ്റെ ശരീരവും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ സങ്കേതത്തിലേക്ക് എത്തുന്ന മനുഷ്യൻ്റെ മൂലാധാരത്തിലുള്ള കോശങ്ങൾക്ക് ഒരു ഉണർവ് സംഭവിക്കുകയും അതിനൊരു ഉത്തേജനം ഉണ്ടാവുകയും ചെയ്യും. മൂലാധാരം പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ മൂലാധാരത്തിൻ്റെ കഴിവുകൾ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഭൗതികമായ സുഖങ്ങളും നമ്മളുടെ ആഗ്രഹ സഫലീകരണവും നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമൊക്കെയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ അങ്ങനെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ സ്ഥൂല ശരീരത്തിന്, ദേവൻ്റെ സ്ഥൂല ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു ഉണർവ് മനുഷ്യൻ്റെ ശരീരത്തിലും ഉണ്ടാവുകയും നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുകയും സഫലമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന ക്ഷേത്രങ്ങൾ നടത്തുന്നതിന് പ്രാധാന്യമുണ്ടാകുന്നത്. മൂലാധാരത്തിൻ്റെ ഉണർവിന് വേണ്ടിയിട്ടാണ് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന നടത്തുന്നത്. മൂലാധാരം ഉണർന്നാൽ നമുക്ക് കിട്ടുന്ന പ്രയോജനം ഇതൊക്കെയാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും, ഭൗതികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സുഖങ്ങളും നമുക്ക് ലഭിക്കും. അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നത്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ഓരോ തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലെ ഓരോ എനർജി കേന്ദ്രങ്ങളെ, ഊർജ്ജ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത്തരം പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.